നല്ല വസ്ത്രം നമ്മൾ ആഗ്രഹിക്കാറില്ലേ? നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, അതെ. പിന്നെയോ നല്ലൊരു വാഹനം. കുട്ടികളാകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു മുറി, നമുക്കൊരു നല്ലൊരു റൂം വീട്ടിൽ, അല്ലേ? ആവശ്യത്തിൻ്റെ ഫർണിച്ചർ, ഒരു AC ഒക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അത്യാവശ്യ സൗകര്യം, ഒരു മേശ, കട്ടിൽ, ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. ഭൗതികമായ നമ്മുടെ ഉപജീവനം അതിൽ പെടുന്നതാണ് ഇതൊക്കെ. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ? ഉമ്മയോടും ബാപ്പയോടുമുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഉമ്മാനെയും ബാപ്പാനെയും നോക്കാത്ത എത്രങ്ങാനും മലയാളിമാരുണ്ട്, അല്ലേ? അള്ളാഹിൽ തന്നെ വിശ്വസിക്കാത്ത കുറേ മലയാളിമാരില്ലേ? അത് ദുനിയാവിൽ അള്ളാഹു ചില ആളുകൾ അങ്ങനെയാണ്. ഇവിടെയാണ് ആരുണ്ടായിരുന്നത്? ഫിർഔൻ ഉണ്ടായിരുന്നത്. ഫിർഔനിൽ പടച്ചവന് വിശ്വാസം ഉണ്ടായിരുന്നു? ഫിർഔന് ഇല്ലല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാമയെയും അനുചരന്മാരെയും ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ധിക്കാരിയായ ഭരണാധികാരിയാണ്. മുക്കിക്കൊന്നെങ്കിലും ഒരുപാട് കാലം അദ്ദേഹം രാജാവായി വിലസിയില്ലേ? അങ്ങനെയൊക്കെ അള്ളാഹു കൊടുക്കും. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ തൻ്റെ ദീർഘായുസ്സും ദുനിയാവിലെ അനുഗ്രഹങ്ങളും തേടുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി പൂർത്തിയാക്കട്ടെ എന്നാ. എന്താ മാതാപിതാക്കളോടുള്ള ബാധ്യത? ഞാൻ ഒറ്റ ചോദ്യം. ഉപ്പമാരെയും ഉമ്മമാരെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാ? വെറുതെ അറിയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചേ. ധൈര്യമായിട്ട് പൊക്കിക്കോ. കൈ താഴ്ത്തിക്കോ. ഞാനൊരു ഉപ്പയാണ്, ഇതൊക്കെ ഉപ്പമാരാ, വല്യുപ്പമാരാണ്. എനിക്ക് 4 പേരക്കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ വല്യുപ്പേ. അതൊരു വലിയ സന്തോഷമാണ് രക്ഷിതാക്കൾക്ക്. എനിക്ക് 4 മക്കളാ. എൻ്റെ ഇളയ മോന് 24 വയസ്സായി, മൂത്ത മോന് 31 വയസ്സായി. ഇത് രണ്ടും തമ്മിൽ ജനറേഷൻ്റെ വ്യത്യാസം ഉണ്ടാവില്ലേ? 5-6-7 വയസ്സെന്ന് പറഞ്ഞാൽ രണ്ടും നെച്ചറാ. ഇപ്പം ഇളയ മോൻ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറുപടി പറയും. മൂത്ത മകൻ പൊതുവെ മറുപടി പറയാറില്ല, തർക്കിക്കാറില്ല, ശാന്തന. മറുപടി പറഞ്ഞ് അധികമായി എന്ന് തോന്നിയാൽ അത് അല്ലേ മസ്ലഹത്താക്കാൻ, മാലീസാക്കാൻ ഇളയ മോനൊരു പരിപാടി ഉണ്ട്. അതെന്താ? ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണ്ടോ നോക്കി നിൽക്കുവൻ, കെട്ടിപ്പിടിച്ചത് സോൾവ് ചെയ്യാൻ, അല്ലേ? എന്തെങ്കിലും അധികം പറഞ്ഞെങ്കിലും ആ കെട്ടിപ്പിടുത്തവും ഉമ്മയുമൊക്കെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്.